PV അൻവർ രാജിവെച്ചിരിക്കുന്നു. ഇടത് സ്വതന്ത്രനായിക്കൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്ത് എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാക്കുന്നത്. ഒപ്പം ഇതിൽ എന്താണ് LDFിൻ്റെ നിലപാട് എന്ന് വ്യക്തമാക്കാൻ നമുക്കിപ്പം LDF കൺവീനർ ചേരുകയാണ്, TP രാമകൃഷ്ണൻ. എന്തൊക്കെയാണ് തുടർന്ന് പാർട്ടിയുടെ അതുപോലെ തന്നെ മുന്നണിയുടെ നിലപാടുകൾ? അൻവർ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. CPM അനുവദിക്കപ്പെട്ട സീറ്റാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അൻവറിന് നൽകിയിട്ടുള്ളത്. ആ നിലയിൽ പാർലമെൻ്ററി പ്രവർത്തനം ആ നിലയിൽ തുടർന്നു വരികയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് അൻവർ അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേരാത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ അൻവറിൻ്റെ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് പരിശോധിച്ച് പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. എന്നാൽ അൻവർ ഏകപക്ഷീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിട്ടതായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അൻവറുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയിട്ടുണ്ട്. CPM-ഉമായും അൻവറിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇതാണ് വസ്തുത. ഇപ്പോൾ അൻവർ രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഒരു തരത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ ഗവൺമെൻറ്റിനെയോ ബാധിക്കാൻ പോകുന്നില്ല. ഈ സാഹചര്യത്തെ ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിലമ്പൂരിലെ ജനങ്ങളാണല്ലോ ഇതിനകത്തുള്ള ഒരു ഘടകം. അവിടെയാണല്ലോ അദ്ദേഹം MLA എന്നുള്ള നിലയിൽ പ്രാതിനിധ്യം വഹിക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അദ്ദേഹം രാജിവെക്കുന്ന സമയത്ത് UDFൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതും അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ട്. അത് പിന്നെ UDF ആണ് അതിനോടുള്ള നിലപാട് പറയേണ്ടത്. UDF കേന്ദ്രങ്ങളിൽ നിന്ന് അതിൻ്റെ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ഇപ്പോഴും വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഏത് നിലപാടെടുത്തു കഴിഞ്ഞാലും നിലമ്പൂരിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ അവർക്കുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അൻവറിനെ തിരിച്ചറിയാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു തരത്തിലും ഇത് ബാധിക്കുന്നതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ചെറിയ പാർട്ടിയെന്നോ വലിയ പാർട്ടിയെന്നോ എന്നുള്ള വ്യത്യാസം അതിനകത്തില്ല. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ നിലപാട് കൃത്യമായി സ്വീകരിക്കാൻ ഈ മുന്നണിക്ക് കെൽപ്പുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെൽപ്പുണ്ട്. അൻവറിൻ്റെ ഈ രാജിയോ അൻവറിൻ്റെ ഈ നിലപാടോ ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPM-നെയോ ബാധിക്കാൻ പോകുന്നില്ല. അൻവർ വീണ്ടും നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ പാർട്ടി അതിനെ എങ്ങനെയായിരിക്കും ചേർക്കുന്നത്? നമുക്ക് ആലോചിക്കാം. ഇപ്പോഴങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ടെന്ന് ആവശ്യമില്ല. അൻവർ CPM-നെതിരായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനുള്ള ഇടവന്ന സാഹചര്യം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു ഘട്ടം അവസാനിച്ചു കഴിഞ്ഞു. ആ ഒരു ചിത്രം അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അൻവറിൻ്റെ ഈ പോക്ക് ഒരു തരത്തിലും നമുക്ക് സഹായകരമല്ല. അൻവറിൻ്റെ നിലപാടിനോട് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. അൻവർ ഇങ്ങനെ മാറി മാറി ആരോപണങ്ങൾ ഉന്നയിക്കുക, ആരോപണം ഉന്നയിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾക്കും സ്വീകാര്യമായ ഒരു സമീപനമല്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിന് LDF ഒരുക്കമാകുന്നു. അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് തരത്തിലും ജനങ്ങളെ സമീപിക്കുന്ന കാര്യത്തിൽ ഒരു തടസ്സവും മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അൻവർ അവിടെ നിന്ന് MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ. ആ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തർക്കവുമില്ല. ജനങ്ങളെ മേലെ ആരാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കെട്ടിവെക്കുന്നത്? ഈ ഭാരം ജനങ്ങളുടെ മുമ്പിൽ ആരാണ് അടിച്ചേൽപ്പിക്കുന്നത്? അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അൻവറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളൊന്നും തന്നെ രംഗത്ത് വന്നിട്ടുമില്ല. അല്ല, അത് ഷൗക്കത്ത് അവിടെ ഉള്ള ആളാണല്ലോ. പ്രാദേശികമായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അൻവർ. ഈ ഷൗക്കത്ത് ആര്യാടൻ്റെ മകനുമാണ് അദ്ദേഹം. ആ നിലയെല്ലാം ഷൗക്കത്തിനവിടെയുണ്ട്. അപ്പോൾ അവരെല്ലാം കോൺഗ്രസ് എന്താണ് ഈ കാര്യത്തിൽ അവസാനമായി എടുക്കുന്ന നിലപാട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. ആ നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിലോ CPM എന്നുള്ള നിലയിലോ പറയേണ്ടി വന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം ആ ഘട്ടത്തിൽ ഞങ്ങൾ പ്രതികരിക്കാം. പാർട്ടിയുടെ ആ മണ്ഡലത്തിലെ പ്രതീക്ഷ എത്രമാത്രമാണ്? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളിൽ സ്വീകാര്യതയുണ്ട്.
ഇപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും അത് പ്രകടമായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രഖ്യാപിച്ചത്? ലക്ഷ്യം ചേലക്കര പിടിക്കലാണ്. ചേലക്കര പിടിച്ചെങ്കിലേ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ് എന്നുള്ളത് സ്ഥാപിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അത് നടന്നിട്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ അവിടെ വിജയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാര്യത്തിലുള്ള രാഷ്ട്രീയ സമീപനവും ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ ഒരു പ്രയാസവും ഞങ്ങൾ കാണുന്നില്ല. ഇനി നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും ഇടതുപക്ഷം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ജയിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പം ഇലക്ഷൻ്റെ ധാരണ എന്നുള്ളത് അത് വരട്ടെ. അത് നിയമപരമായ കാര്യങ്ങളെല്ലാം ആലോചിച്ച് രൂപപ്പെട്ട് വരേണ്ടുന്ന സംഭവമാണ്. അത് ആ നിലയിൽ വരുമ്പോൾ ഉചിതമായ നിലപാട് CPIM സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകും. ഓക്കെ. അൻവറിൻ്റെ തെറ്റായ നയങ്ങളെയാണ് TP രാമകൃഷ്ണൻ വിമർശിക്കുന്നത്. ഒപ്പം തന്നെ ഈ ശക്തമായിട്ട് അൻവറിനെതിരായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാലും നിലമ്പൂരിൽ ഈ സാഹചര്യത്തിൽ LDF-ന് വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.